പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കീഴുപറമ്പ് പഞ്ചായത്തിലെ കുനിയിൽ നടപ്പാക്കുന്ന കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി പ്രവർത്തന സജ്ജമായി. ചാലിയാർ തീരത്തോട് ചേർന്ന് സ്ഥാപിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റിൽ നടക്കും. കീഴുപറമ്പ് പഞ്ചായത്ത് ഡെവലപ്മെന്റ് സൊസൈറ്റി 2.5 കോടിയിലധികം രൂപയ്ക്ക് വില കൊടുത്തു വാങ്ങി വിട്ടു നൽകിയ സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്ത് 3.5 കോടി ചെലവിൽ കമ്പനി യാഥാർത്ഥ്യമാക്കിയത്. ഉൽപാദന മേഖലയിൽ ഒരു തദ്ദേശ സ്ഥാപനം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഏറ്റവും വലിയ വികസന പദ്ധതിയാകും ഇത്. 5.4 കോടി മുതൽ മുടക്കിലാണ് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി പ്രവർത്തനത്തിന് ഒരുങ്ങുന്നത്. ചാലിയാർ തീരത്തോട് ചേർന്ന് സ്ഥാപിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി. ആസൂത്രണ സമിതിയിലെ അംഗത്തിനോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചെയ്യാത്ത ഒരു കാര്യമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നത്. ഞങ്ങളെപ്പോഴും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അത് മുൻകാല ഭരണസമിതികളും ഓരോ ഭരണസമിതികളും എപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയായ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് മാത്രം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഇത് കാണാൻ എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ ഞാൻ വരുന്നുണ്ട്. വന്നതിന് ശേഷം അടുത്ത DPC മെമ്പർമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ മറ്റു ജില്ലക്കാരും നമുക്ക് DPC ഒരു 12 മെമ്പേഴ്സിന്റെ എല്ലാ ജില്ലാ പഞ്ചായത്തിനോടും ഈ മാതൃകാ പ്രോജക്റ്റിനെ കുറിച്ച് വിശദീകരിക്കും. അതിൽ കാരണം കോടികളാണ് ഓരോ ജില്ലാ പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരു 140 കോടി രൂപ ഒരു വർഷം ചെലവഴിക്കുമ്പോൾ നമ്മൾ കുറെ റോഡിന് ചെലവഴിക്കും, കുറെ കുളങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഇൻകം ഇങ്ങോട്ടൊന്നും വരുന്നില്ല. നമ്മൾ മുഴുവൻ അങ്ങോട്ട് ചെലവഴിച്ചുകൊണ്ട് റോഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി നമ്മൾ 20% തുക കൊടുക്കുന്നുണ്ട്, ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കടന്നു വരുമാനം ജില്ലാ പഞ്ചായത്തിൽ ലഭ്യമാവുന്നത് ജില്ലാ പഞ്ചായത്തിലെ ഫാമുകളിൽ നിന്ന് മാത്രമാണ്. അവിടെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ 3 ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഫാമിനകത്ത് തേങ്ങ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി കൊടുക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ കുരുമുളക് കൊടുക്കുന്നുണ്ട്, വെറൈറ്റി മീനുകൾ നമ്മുടെ ഫാമുകളിലുണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ 4 ഫാമുകളിലുണ്ട്. കമ്പനിയിൽ നിന്നും ആദ്യഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരവന ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് പുറമെ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ചും വിപണന സാധ്യതകളെക്കുറിച്ചും സംഘം ചർച്ച ചെയ്തു. കേര കർഷകരുടെ ഉന്നമനം, കുറഞ്ഞ നിരക്കിൽ മായം ചേർക്കാത്ത വെളിച്ചെണ്ണ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ഒരുക്കുന്നത്. അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.